ഹലോ ഹൈ ആൻഡ് വെൽക്കം ടു ദിനിയാസ് ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സസൈസ് 3 ആണ് ചെയ്യാൻ പോകുന്നത്. തുല്യ ത്രികോണങ്ങൾ എന്ന ലെസൺ, അതായത് ലെസൺ 1ൻ്റെ എന്താ പറയുക എക്സസൈസ് 3 പേജ് നമ്പർ 21 ആണ് പേജ് നമ്പർ. അതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓൾറെഡി 3 റൂളുകൾ പഠിച്ചു കഴിഞ്ഞു. ഇത് 4ാമത്തെ ജനറൽ റൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ റൂൾ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രികോണത്തിൻ്റെ ഒരു വശം, ഓക്കെ, അതിൻ്റെ അതായത് ഒരു ത്രികോണം ഞാൻ വരച്ചു. ആ ത്രികോണത്തിൻ്റെ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും, ഓക്കെ, മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും തുല്യമാണെങ്കിൽ, ഓക്കെ, അതിൻ്റെ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. അതുകൂടാതെ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. ഈ ത്രികോണത്തിലെ ഇതാണ് തുല്യം എന്ന് വിചാരിക്കുക. അതിൻ്റെ എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. ഓക്കെ, അപ്പം ഞാനൊന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ത്രികോണം ഇതും ഈ കോണും തുല്യം എന്ന് വിചാരിക്കും. ഈ കോണുമാണ് തുല്യം എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ഒരു വശവും, അതായത് ഈ വശം എടുത്തു, അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകൾ, അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റത്തുള്ള കോണെന്ന് പറഞ്ഞാൽ ഈ കോണും ഈ കോണും, അപ്പോൾ ഇത് രണ്ടും തുല്യമാണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. അതുകൂടാതെ തുല്യമായ കോണുകളുടെ എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ റൂള്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നയാളും മുന്നേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോസിന് കമൻറ്റ് ഇടണം, ലൈക്കും ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലമാണ് ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ അടുത്ത വീഡിയോസിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. തുല്യമായ വശങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഏതാ കോണെന്നാണ് മറ്റുള്ള എക്സസൈസിലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ പറയുന്നത് തുല്യമായ വശങ്ങൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് എങ്ങനെയാണ് വരാന്നുള്ളത്. ആദ്യത്തേത് എന്ന് പറയുന്നത് ഒരു വശം തന്നിട്ടുണ്ട്. ഒരു വശം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. അപ്പുറത്തെ ത്രികോണത്തിലും ഒരു വശം തന്നിട്ടുണ്ട്, അതും 6 സെൻറ്റിമീറ്റർ. അതിൻ്റെ രണ്ടറ്റത്തുള്ള കോൺ, അപ്പോൾ ഒരറ്റത്ത് 50 ഡിഗ്രിയും പിന്നത്തെ അറ്റത്ത് 70 ഡിഗ്രിയുമാണ്. ഇവിടെയും ഒരറ്റത്ത് 50 ഡിഗ്രിയും പിന്നത്തെ അറ്റത്ത് 70 ഡിഗ്രിയുമാണ്. അപ്പോൾ തന്നെ മനസ്സിലായി, ഒരു ത്രികോണത്തിൻ്റെ ഒരു വശവും രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശവും രണ്ടറ്റത്തുള്ള കോണുകളും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ കോണും എന്തായിരിക്കും? ഈ കോണും തുല്യമായിരിക്കും. തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പം നമ്മുടെ അടുത്ത് ഏതാണ് തുല്യമായ വശങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം 70 ഡിഗ്രി ഇവിടെ എടുത്തെന്ന് വിചാരിക്കുക. അതിൻ്റെ എതിരെയുള്ള വശം എന്ന് പറയുന്നത് ഏതാണ്? AC ഈക്വൽ ടു ഇതിൻ്റെയും എതിരെയുള്ള വശം PR. കിട്ടിയല്ലോ. ഇനി അടുത്തത് 50 ഡിഗ്രി. 50 ഡിഗ്രിയുടെ എതിരെയുള്ള വശം എന്ന് പറയുന്നത് BC ഈക്വൽ ടു ഇവിടെയും 50 ഡിഗ്രി എടുക്കുക. അതിൻ്റെ എതിരെയുള്ള വശം BC ഈക്വൽ ടു PQ. ഇനി അടുത്തത് ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 50 പ്ലസ് 70 എന്ന് പറയുമ്പോൾ 120. 120ൽ എല്ലാ കോണുകളും കൂടി കൂട്ടിഞ്ഞാൽ 180 കിട്ടണം. 180ൽ നിന്ന് 120 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയും 60 ഡിഗ്രി തന്നെ. ഈ 60 ഡിഗ്രിയുടെ എതിരെയുള്ള വശം എന്ന് പറയുന്നത് AB ആണ്. AB ഈക്വൽ ടു ഈ 60 ഡിഗ്രിയിലും എതിരെയുള്ള വശം എന്ന് പറയുന്നത് QR ആണ്, അല്ലെങ്കിൽ RQ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞില്ലേ? നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് തുല്യമായ വശങ്ങൾ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. ഇതിൻ്റെയും തുല്യമായ വശങ്ങൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് ഒരു വശം തന്നിട്ടുണ്ട്, 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെയും 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ 8 സെൻറ്റിമീറ്ററിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകൾ, 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരറ്റത്തുള്ള കോണ് നമുക്ക് തന്നിട്ടുള്ളൂ. ഈ അറ്റത്തുള്ള കോൺ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയത്?
എല്ലാ കോണുകളും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പോൾ 80 പ്ലസ് 30 എന്ന് പറയുമ്പോൾ എത്രയായി? 110 അല്ലേ? 110, 180ൽ നിന്ന് 110 ഡിഗ്രി മൈനസ് ചെയ്താൽ ബാക്കി 70 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 70 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളും കിട്ടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ഇനി ഇവിടെയും നോക്കാം. അപ്പോൾ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുള്ള കോണും 30ഉം 70ഉം ഇവിടെയും 30ഉം 70. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കിട്ടാന്നുള്ളത്. ഈ 30 ഡിഗ്രിയുടെ എതിരെയുള്ള വശം എന്ന് പറയുന്നത് ഏതാണ്? MN. അപ്പോൾ നമുക്ക് എഴുതാം MN ഈക്വൽ ടു 30 ഡിഗ്രിയുടെ എതിരെയുള്ള വശം എന്ന് പറയുന്നത് XZ ആണ്. അടുത്തത് 70 ഡിഗ്രിയുടെ എതിരെയുള്ള വശം എന്ന് പറയുന്നത് LM ആണ്. ഇവിടെയും 70 ഡിഗ്രിയുടെ എതിരെയുള്ള വശം എന്ന് പറയുന്നത് YZ ആണ്. അടുത്തത് ഇനി ഇവിടെ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 70 പ്ലസ് 30 എന്ന് പറയുന്നത് 100 ആണ്. ഇത് മൂന്ന് കോണുകളും കൂടി കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. നമുക്ക് ഇവിടെ എത്ര എഴുതാം? നമുക്ക് 100 ഡിഗ്രി അല്ല 100 അല്ല 80 ഡിഗ്രി നമുക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ നോക്കാം. 80 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് N ആണ്. ഇവിടെയും 80 ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് XY ആണ്. അപ്പോൾ നമുക്ക് മൂന്ന് വശങ്ങളും കിട്ടി കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കിനി അടുത്ത ക്ലാസ്സിലെ സെക്കൻഡ് പ്രോബ്ലം ചെയ്യാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.